നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ചിരി കാണാനും ചിരിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അങ്ങനെയെങ്കിൽ മനോഹരമായ ഒരു സ്മൈലി പെൻ സ്റ്റാൻഡ് തയ്യാറാക്കിയാലോ? കാർഡ്ബോർഡ്, പഴയ തുണി, പ്ലാസ്റ്റിക് കുപ്പി, പശ, കത്രിക, പെയിന്റ് എന്നിവയാണ് ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കാർഡ്ബോർഡിന്റെ മുകളിലായിട്ട് 2 കുപ്പി എടുത്തു വെക്കുക. 2 കുപ്പിക്ക് ഇരിക്കാനുള്ള സ്പേസ് കാർഡ്ബോർഡിനില്ലേ എന്ന് ഉറപ്പ് വരുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൈഡിലായും അല്പം സ്ഥലം വിടണം. ഇനി ഒരു പഴയ തുണി എടുത്ത് ഈ കാർഡ്ബോർഡിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഡിസൈൻ ഒക്കെയുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുപ്പികൾ എടുത്ത് ഒരെണ്ണം വലുതും അടുത്തത് ചെറുതുമായ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും മുറിച്ചെടുക്കാം. ഇപ്പോൾ ഒരു കുപ്പി കുറച്ച് ചെറുതും ഒരു കുപ്പി കുറച്ച് വലുതുമായ രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ കുപ്പികൾ പഴയ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. ഡിസൈൻ ഇല്ലാത്ത ഭാഗം വരുന്നത് പോലെയാണ് ഇത് ചുറ്റി ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതേ തുണിയിൽ നിന്ന് കണ്ണിന്റെ വട്ടം പോലെ വരയ്ക്കാനായിട്ട് ഡിസൈൻ അടങ്ങിയ ഭാഗം വെട്ടിയെടുക്കാം. ഈ തുണിയിലുള്ള പൂവിന്റെ ഇതളുകൾ വെള്ള നിറത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഭാഗമാണ് നമ്മൾ കണ്ണായിട്ട് വെട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഇത് കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഡിസൈൻ ഇല്ലാത്ത തുണിയാണെങ്കിൽ വരച്ചെടുത്തോ അല്ലെങ്കിൽ കളർ ചെയ്തോ ഒക്കെ ഇങ്ങനെ കണ്ണ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. 2 കുപ്പിയും ഇങ്ങനെ തന്നെ പൊതിഞ്ഞെടുത്ത ശേഷം കണ്ണുകൾ വെട്ടി ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൽ കണ്ണിനുള്ളിലെ കൃഷ്ണമണിയും ലിപ്പിന്റെ ഭാഗവും വരച്ചു കൊടുക്കാം. അതിനായിട്ട് കറുത്ത പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇവിടെ നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എന്തു ഭംഗിയായി എന്ന്. ഇപ്പൊ നല്ല ഒരു സ്മൈലി പെൻ സ്റ്റാൻഡ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് തുണി കൊണ്ട് കെട്ടി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിന് മുകളിലായിട്ട് വെക്കാം. അപ്പോൾ കൂടുതൽ ഭംഗിയാകും. കുറച്ചുകൂടെ നന്നായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു തെർമോകോൾ എടുത്ത് അത് ചതുരാകൃതിയിൽ വെട്ടിയ ശേഷം അതിൽ പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന കാർഡ്ബോർഡും ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, കുറച്ചുകൂടെ പെർഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റാവുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.